നമസ്തേ. ഞാൻ എന്നും എൻ്റെ നിങ്ങളുടെ രൂപം കാണിക്കാതില്ല, എന്നും ശബ്ദം മാത്രമല്ലേ കേൾപ്പിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് ഗംഗയ്ക്ക് ഒരു ആഗ്രഹം, ഗംഗയുടെ രൂപം കൂടെ നിങ്ങൾ കാണണമെന്ന്. അതുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോ ഇടുന്നത്. ഇന്ന് ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒരു ഗോതമ്പ് പുട്ട്, അത് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ഗോതമ്പിൻ്റെ ഒരു പുട്ടും അന്ന് ഞാൻ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന പൊടിയാണ്. അത് ഗംഗ, ഇതിൻ്റെ റെക്കോർഡിംഗ് ഒക്കെ ഗംഗയാണ്. ഇതിപ്പം ഞാൻ ചെയ്യുന്നെങ്കിലും ബാക്കിയൊക്കെ ഗംഗയാണ് ചെയ്യുന്നത്. അപ്പം ഗംഗ വരാൻ ലേറ്റായി, റെഡിയായി വരാൻ ലേറ്റ് ആയതുകൊണ്ട് ഞാൻ ആ പൊടി അങ്ങ് ഉണ്ടാക്കി വെച്ചു. അത് കാണിക്കാൻ പറ്റിയില്ല. ഇനി ഒരു പ്രാവശ്യം കാണിച്ചു തരാം. നമ്മൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ലതാണ് ഗോതമ്പ് പൊടി, റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ഗോതമ്പ് വെച്ചിട്ട് പൊടി പുട്ട് ഉണ്ടാക്കാൻ. ഗോതമ്പ് പുട്ടും പിന്നെ ഒരു പഴനുറുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാലക്കാട്, തൃശ്ശൂരൊക്കെ ഭാഗത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഒരു ഡിഷ് ഉണ്ടാക്കി കഴിക്കുന്നതാണ് അവരത്. പഴനുറുക്കും ഗോതമ്പ് പുട്ടുമാണ് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ പഴനുറുക്ക് ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. അപ്പം അങ്ങോട്ട് പഴനുറുക്കിലേക്ക് പോകാൻ നമുക്ക്. സ്റ്റൗവിന് ചുറ്റുന്ന ഈ ഇത് ഇതുണ്ടല്ലോ, ഇത് ഓൺലൈനിൽ വാങ്ങിയ ഒരു സാധനമാണ്. ഇത് ഫാൻ ഇട്ടുകൊണ്ട് കുക്ക് ചെയ്താൽ ഈ തീക്ക് കുഴപ്പമൊന്നും പറ്റില്ല. തീ ബർണർ അണയാതിരിക്കും. കാറ്റത്തൊക്കെ കുക്ക് ചെയ്യണമെങ്കിൽ നല്ലതാണ്. കുറച്ച് വെള്ളം ഒഴിക്കുക, കുറച്ച് വെള്ളം മതി. കുറച്ച് വെള്ളം ഒഴിക്കുക. ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പഴനുറുക്ക് ഉണ്ടാക്കുന്നത് ഏത്തപ്പഴം തൊലിയോടായിടേണ്ടത്, തൊലിയോടെ മുറിച്ചായിടേണ്ടത്. ഇത് പക്ഷേ ഞാൻ ഈ വാങ്ങിക്കുന്ന പഴമായതുകൊണ്ട് തൊലിയോടിട്ടാൽ ശരിയാകത്തില്ല. കാരണം വിഷാംശമുള്ള എല്ലാം വിഷമടിച്ച് വരുന്നതുകൊണ്ട് ഈ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന പഴമാണെങ്കിൽ ഇത് നുറുക്കുമ്പോൾ തൊലിയോടെ നുറുക്കുന്നതാണ് നല്ലത്. തൊലിയോടെ നുറുക്കി ഇട്ടിട്ട് ശർക്കര ചേർക്കണം. ശർക്കര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പൊടി ശർക്കരയാണ് ചേർക്കുന്നത്. കുറച്ച് ഞാൻ മധുരം കുറവായതുകൊണ്ട് കുറച്ചേ ചേർക്കത്തുള്ളൂ. നിങ്ങൾ ചേർക്കുകയാണെങ്കിൽ ഇതിപ്പോൾ ഒരു 3 പഴത്തിന് ഒരു അരക്കപ്പ് ശർക്കര ചേർക്കണം. ഞാൻ ശർക്കര കുറവാണ് ചേർക്കുന്നത്. അരക്കപ്പ് ശർക്കരയും ചേർത്തിട്ട് വേണമെങ്കിൽ വീണ്ടും മധുരം ചേർക്കാം എന്നേ ഉള്ളൂ. ഞാൻ ഉപയോഗിക്കുന്നത് ഇങ്ങനെ ഈ ഈശയുടെ ശർക്കരയാണ് ഉപയോഗിക്കുന്നത്. പാക്കറ്റിൽ പൊടി ഇങ്ങനെ വരുന്ന ശർക്കര. ഇതാണെങ്കിൽ 1 വർഷം വരെ ഉപയോഗിക്കാം. നല്ല ശർക്കരയാണ്. അതായത് ശർക്കരയ്ക്ക് ഒരു ശരിക്കും കരിമ്പിൻ്റെ ടേസ്റ്റ് വരും ഈ ശർക്കര കഴിച്ച് കഴിഞ്ഞാൽ. ഒട്ടും കരടൊന്നുമില്ല. ഉരുക്കി അരിച്ചൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് ഇടാൻ പറ്റുന്ന ഒരു ശർക്കരയായത്. എന്നിട്ട് ശർക്കര ഇട്ട് കുറച്ച് സമയം ആ ശർക്കര വെള്ളത്തിൽ കിടന്ന് വേവണം. നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ ബാക്കി കാര്യങ്ങൾ വെന്ത് കഴിയുമ്പോഴാണ് ചെയ്യേണ്ടത്. അങ്ങനെ ശർക്കര വെച്ചു, ശർക്കര ഇട്ടു, പഴനുറുക്ക് അടുപ്പിലിട്ടു. പിന്നെ ഇനിയും വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏലക്കാപ്പൊടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കല്ല് ഭയങ്കര ഇത്തിരി പഴയതാണ്. അതായത് എൻ്റെ അമ്മൂമ്മയുടെ അമ്മ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കല്ലാണ്. ഇതിപ്പം ഞങ്ങൾ 4th ജനറേഷൻ 5th ജനറേഷനായി. പക്ഷേ ഞങ്ങളിപ്പോൾ 4th ജനറേഷനിൽ, ഞാനിപ്പോൾ 4ാം ജനറേഷനായി ഇത് ഉപയോഗിക്കുന്നത് ഈ കല്ല്. ഇതെൻ്റെ അമ്മയുടെ ഓർമ്മയാണ്, അമ്മയുടെ അമ്മൂമ്മയുടെയൊക്കെ ഓർമ്മയാണ്. അങ്ങനെ പഴനുറുക്കിനുള്ള ശർക്കര ഒഴിച്ചു. പഴം ഇങ്ങനെ കിടന്ന് വേവുക. പഴനുറുക്ക് ഇങ്ങനെ കിടന്ന് വെന്തുകൊണ്ടിരിക്കുക. കണ്ട, തിളച്ചുകൊണ്ടിരിക്കുക. അത്രയും സമയം കൊണ്ട് ഞാൻ പുട്ടിന് സ്റ്റൗ ഓൺ ചെയ്തു. പുട്ടിന് പൊടി വെച്ചു. ഇതാ ഞാൻ പറഞ്ഞ പൊടിയുടെ ടെക്സ്ചർ. കണ്ട, ഒരു 20 മിനിറ്റ് ഇത് ശരിക്കും ഭയങ്കര വൈകുന്നേരം വരെ ഇരുന്നാലും ഉണ്ടല്ലോ സോഫ്റ്റ് ആയിട്ടിരിക്കും. ഞാൻ തേങ്ങ ഏറ്റവും അവസാനമേ ചേർക്കത്തുള്ളൂ. തേങ്ങ വേവിക്കത്തില്ല. പുട്ടുണ്ടാക്കി കഴിഞ്ഞിട്ട് ആവിയെല്ലാം വന്നു കഴിഞ്ഞാൽ സ്റ്റൗ ഓഫ് ചെയ്തിട്ടേ ഞാൻ തേങ്ങ ചേർക്കാറുള്ളൂ. ഇത് കണ്ട, ഈ പൊടി ഇങ്ങനെ ഇരിക്കും. നമ്മൾ പൊടിച്ചെടുക്കുന്ന പൊടിയായത്. അത് ഒന്ന് വറക്കത്തില്ല, നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നതുകൊണ്ട് ടേസ്റ്റ് തന്നെ വളരെ വ്യത്യാസമായി. ഈ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ഗോതമ്പിൻ്റെ പൊടിയായത്. അപ്പോൾ പുട്ടിങ്ങനെ വേവാൻ തുടങ്ങുന്നതേ ഉള്ളൂ. വേവുമ്പോൾ കാണിച്ചു തരാം. പഴനുറുക്ക് റെഡിയായി. ഇനി കുറച്ച് ശർക്കര വെള്ളം അതിനകത്ത്, പാനി അതിനകത്ത് കാണണം. കൂടുതൽ ശർക്കര ചേർത്ത് കഴിഞ്ഞാൽ ഇത് ഐസ്ക്രീമിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ, കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ. എന്നിട്ട് ഏലക്കാപ്പൊടി ഇടുക. ഞാൻ ഈ പാത്രത്തിൽ നിന്നെല്ലാം കുടഞ്ഞൊക്കെ ഇടുന്നത്, അളവില്ലാതെ ഇടുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കതൊരു ശീലമായി പോയി. അപ്പം പിന്നെ അതുകൊണ്ടാണ് അങ്ങനെ ഇടുന്നത്. കണക്കറിയാം, അതുകൊണ്ടൊരു ശീലമായി പോയി. എന്നിട്ട് ഏലക്കാപ്പൊടി ഇട്ടു ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതേ ഉള്ളൂ. കുറച്ചുകൂടെ പാനി വേണമെങ്കിൽ വെക്കാം. ഞാനിപ്പോൾ ശർക്കര കുറവായതുകൊണ്ട് അതിൻ്റെ പാനി കുറവാണ്. എന്നിട്ട്
ഇതിങ്ങനെ പുട്ടിൻ്റെ കൂടി ഇങ്ങനെ കുറേശ്ശെ ഇങ്ങനെ ഒഴിച്ചിട്ടാണ് ഇത് കഴിക്കുന്നത്. ഇതിങ്ങനെ വെച്ചിട്ട് കഴിക്കാം പുട്ടിൻ്റെ കൂടെ. അങ്ങനെ പഴനുറുക്ക് റെഡിയായി. ഇത് തൃശ്ശൂർ പാലക്കാട് ഭാഗത്തൊക്കെ ഉള്ളവർ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കി കഴിക്കുന്ന ഒരു ഡിഷാണ്. ആ ഭാഗത്തുള്ള ആളുകളുടെ ഡിഷാണ് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോഴത്തേക്ക് ഞങ്ങളുടെ പുട്ടിനകത്ത് ആവി വന്ന് തുടങ്ങി. പുട്ട് റെഡിയായി. കണ്ടോ, പുട്ട് റെഡിയായി. പുട്ട് നന്നായിട്ട് ആവി വന്നു, പുട്ട് വെന്തു. കാരണം നേരത്തെ നനച്ചു വെച്ചിരിക്കുന്നതുകൊണ്ട് വേഗം വേവും, അധികം സമയം എടുക്കത്തില്ല. ഇത് കണ്ടോ പുട്ട്. ഇനി ഇപ്പോഴാണ് ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് തേങ്ങ ഇടും. തേങ്ങ ചേർക്കുന്നത് സ്റ്റൗ ഓഫ് ചെയ്തിട്ടാണ് തേങ്ങ ചേർക്കുന്നത്. എന്നിട്ട് ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വെക്കും. ഒരു മിനിറ്റ് അടച്ചു വെച്ചിട്ട് സ്റ്റൗ ഓഫ് ചെയ്തു, അടച്ചു വെച്ചു. ഞാൻ പറഞ്ഞ ഗോതമ്പ്, അതെ ഈ ഗോതമ്പ് കൊണ്ടാണ് ഈ പൊടി ഉണ്ടാക്കുന്നത്. കണ്ടോ, ഗോതമ്പ് റേഷൻ കിട്ടുന്ന ഗോതമ്പാണ്. അങ്ങനെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി. ഞങ്ങൾ രാവിലെ ഒരു എള്ളുണ്ട കഴിക്കും. ശർക്കര ഇട്ട് പൊടിച്ച ഒരു എള്ളുണ്ടയും പിന്നെ ഇത്തിരി പപ്പായ എനിക്ക് കഴിക്കാൻ പറ്റത്തില്ല, അലർജിയാണ്. പിന്നെ പഴനുറുക്കും ഗോതമ്പ് പൊടി പുട്ടും പിന്നെ ഇത്തിരി നെയ്യും കഴിക്കും. ബ്രേക്ക്ഫാസ്റ്റ് എപ്പോഴും ഇത്തിരി നെയ്യ് കഴിക്കും ബ്രേക്ക്ഫാസ്റ്റിന്. അങ്ങനെ ഗംഗ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു. പിന്നെ ഈ വീടുകളിൽ ഞങ്ങൾ തൃശ്ശൂർ ഇങ്ങനെ വീടുകളിൽ ഏത്തവാഴ അങ്ങനെയൊക്കെ കൃഷി ചെയ്യുന്നവരുണ്ടെങ്കിൽ അറിയിച്ചു കഴിഞ്ഞാൽ എനിക്കും സാധനങ്ങളൊക്കെ വന്ന് വാങ്ങിക്കുക. ഈ സാധനം എല്ലാം ഞങ്ങൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതാണ്, ഈ പപ്പായയൊക്കെ. ആരെങ്കിലുമൊക്കെ കൃഷി ചെയ്യുന്നവരുണ്ടെങ്കിൽ അറിയിച്ചു കഴിഞ്ഞാൽ വലിയ ഉപകാരമായിരുന്നു. പച്ചക്കറി ഇതൊക്കെ എനിക്ക് വാങ്ങിക്കാൻ പറ്റും. ഞാൻ നല്ലൊരു കർഷകയാണ്, പക്ഷേ എൻ്റെ കൃഷിയുടെ എല്ലാം ഇപ്പം ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക. ഒന്നും ചെയ്യാം, ബാൽക്കണി കൊണ്ട് മാത്രം ഞാനിങ്ങനെ കൃഷി ചെയ്തുകൊണ്ടിരിക്കുക. സ്ഥലത്തൊന്നും കൃഷി ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക്. ചെയ്യുന്നവരെ അറിയിച്ചാൽ എനിക്ക് സാധനങ്ങളൊക്കെ നിങ്ങളുടെ അടുത്തുനിന്ന് വന്ന് വാങ്ങിക്കാൻ പറ്റും. അപ്പം അടുത്ത വീഡിയോ കാണുന്നിടം വരെ നമസ്തേ. എല്ലാവരും വീഡിയോ കാണണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. Thank you so much.